നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടോപ്പിക്സ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു പ്രിലിംസ് ബേസ്ഡ് എംസിക്യൂ നമ്മൾ ലാസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടോപ്പിക്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇസ്രായേലി ഫോഴ്സസ് സെൻഡ് ടാങ്ക്സ് ടു റാഫൈ സീസ് ബോർഡർ ക്രോസിംഗ് എന്നുള്ള ആർട്ടിക്കിൾ ആണ്. ബേസിക്കലി നമ്മളൊരു വേൾഡ് മാപ്പിംഗിന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ആണ്. ഈ ഒരു ആർട്ടിക്കിളിന്റെ നമ്മൾ ഒരു പ്രീവിയസ് കണ്ടന്റ് ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേൽ പലസ്തീൻ വാറിനകത്ത് ഈജിപ്റ്റ് ഒക്കെ തന്നെ ഈജിപ്റ്റ് ഖത്തറൊക്കെ കൊണ്ട് ചേർന്നിട്ട് ഒരു പീസ് ക്ലോസ് അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ചർച്ച ഉടമ്പടി കൊണ്ടുവരുന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യമായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേൾഡ് മാപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ രണ്ടാമത് സയൻസ് ആൻഡ് ടെക്നോളജി എസ്പെഷ്യലി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് വെസ്റ്റ് നൈൽ ഫ്യൂർ. എസ്പെഷ്യലി ഇത് കേരളവുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആണ്. കാരണം കേരളം വീണ്ടും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ വെസ്റ്റ് നൈൽ ഫ്യൂർ ബാധിച്ച് ഒരാൾ കഴിഞ്ഞ ദിവസം മരണം അടഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു അലർട്ട്നെസ് ഇപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഈ ഒരു വെസ്റ്റ് നൈൽ ഫ്യൂറുമായിട്ട് ബന്ധപ്പെട്ട്. സോ അങ്ങനെ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് എസ്പെഷ്യലി സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ പ്യൂർലി ഫോർ പ്രിലിംസ് ആയിരിക്കും. ഓക്കെ, പ്രിലിംസ് ഈ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് മാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അതും ഒരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം ആ ഒരു ടോപ്പിക്കിന്റെ നമ്മൾ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ഇന്ത്യ ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദെൻ തേർഡ് ആർട്ടിക്കിൾ ആൻ ഇൻഹെറിറ്റന്റ് ടാക്സ് വിത്ത് റെഡ്യൂസ് ഇൻഇക്വാളിറ്റി എന്നുള്ളതിന്റെ ടോപ്പിക്കാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ DNA-ക്കകത്തൊക്കെ തന്നെ ഇൻകം ഇൻഇക്വാളിറ്റി, വെൽത്ത് ഇൻഇക്വാളിറ്റി ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അതിരൂക്ഷമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ വാർത്തകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കറക്റ്റീവ് മെഷർ എന്ന രീതി അല്ലെങ്കിൽ ഒരു സജഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇവിടെ നമ്മൾ എസ്പെഷ്യലി വെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് കുറയ്ക്കാനായിട്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് ഈടാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ബേസിക്കലി ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വിത്ത് റെസ്പെക്ട് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദെൻ നാലാമത്തെ ആർട്ടിക്കിൾ ഇന്റർനാഷണൽ റിലേഷൻ തന്നെയാണ്. UK ഡിപ്പോർട്ടിംഗ് മൈഗ്രൻസ് ടു റവാണ്ട. ഓക്കെ, അപ്പോൾ UK-യുടെ ഒരു മൈഗ്രേഷൻ പോളിസി മീൻസ് എന്താ പറയുക, ഡിപ്പോർട്ടേഷൻ പോളിസിയാണ് ബേസിക്കലി. അതായത് അഭയാർത്ഥികളായിട്ട് UK-ലേക്ക് വന്ന ആൾക്കാരെ അവിടെ നിന്നും അവർ എങ്ങോട്ടേക്ക് മാറ്റുന്നു, റവാണ്ടയിലേക്ക്, ആഫ്രിക്കൻ നേഷനായ റവാണ്ടയിലേക്ക് പറഞ്ഞാൽ മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസി വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ IR ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് വേൾഡ് മാപ്പിംഗിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെയായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കുന്നത്. സോ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ 4 ടോപ്പിക്കിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിലിംസ് MCQ നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ DNA പ്രിപ്പറേഷൻ അത് കംപ്ലീറ്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്രായേലി ഫോഴ്സസ് സെൻഡ് ടാങ്ക്സ് ടു റഫ സീസ് ബോർഡർ ക്രോസിംഗ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ബേസിക്കലി ഈ റഫ ഇന്നലെ ഞാൻ ഒരു ഇസ്രായേലിന്റെ മാപ്പ് കാണിച്ച് ഓർക്കുന്നുണ്ടാവും. ഇതാണ് നമ്മൾ ഇസ്രായേലിന്റെ മാപ്പായിട്ട് കാണിച്ചിരുന്നത്. തന്നെ ഈ പറഞ്ഞത് അവിടെ നമ്മൾ പല ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇസ്രായേലിന്റെ ബോർഡറിംഗ് നേഷൻസ് മനസ്സിലാക്കിയിരിക്കണം. ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, പിന്നെ ഏറ്റവും മുകളിൽ ലെബനോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 4 രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെ സമുദ്ര അതിർത്തി ഓഷൻ ഈ പറഞ്ഞ സീ നോക്കുവാണെങ്കിൽ മെഡിറ്ററേനിയൻ സീയുമായിട്ടും ആർക്ക് ഈ പറഞ്ഞ ബൗണ്ടറി ഉണ്ട്, നമ്മുടെ ഇസ്രായേലിന് ബൗണ്ടറി ഉണ്ട്. സോ ഇവിടെ ഇസ്രായേലിനകത്ത് ഈ ഗാസ സിറ്റി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നില്ല ഒരു അറ്റത്ത്. ഓക്കെ, ഈ കോർണറിലുള്ള ഈ ഗാസ സിറ്റിയിൽ അതിൽ തന്നെ ഏറ്റവും കോർണറിലായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഗാഫ എന്ന് പറയുന്ന പ്രദേശം. അത് നമുക്ക് ഡയറക്ട്ലി പറയുവാണെങ്കിൽ ഗാഫ ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് ഈജിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്ന റഫ എന്ന് പറയുകയാണെങ്കിൽ. ആ റഫ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ആരുമായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്, ഈജിപ്റ്റുമായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നും ആളുകൾ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്കും ആ ഒരു എന്താ പറയാ അവിടെ നിന്നും ആൾക്കാരുടെ മൂവ്മെന്റ് ഒക്കെ തന്നെ നടക്കുന്ന ഈ ഒരു റഫ പ്രദേശത്തിലൂടെയാണ് ബോർഡർ ക്രോസിംഗ് ഒക്കെ നടക്കുന്നത്. അത് മാത്രമല്ല ഈജിപ്തിൽ നിന്നും ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്തേക്കൊക്കെയാണ്, പലസ്തീൻ ഭാഗങ്ങളിലേക്കാണെങ്കിലും എയ്ഡുകൾ മീൻസ് സഹായങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന ഒരു ഏരിയയും ഒരു ബോർഡർ ക്രോസിംഗ് ഏരിയ ആയിട്ടാണ് ഈ റഫ വിലയിരുത്തപ്പെടുന്നത്. സോ ആ റഫ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗാസ സ്ട്രിപ്പ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഫോഴ്സസ് എന്ത് ചെയ്തിരിക്കുന്നത്, സെൻഡ് ടാങ്ക്സ് ടു റഫ സീസ് ബോർഡർ ക്രോസിംഗ് എന്ന് വന്നിരിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ ഐഡിയ ആയിട്ട്, ആ ഒരു വാർത്തയുടെ ഐഡിയ ആയിട്ട് പറയാൻ പറ്റുന്നത്. ബട്ട് നമുക്ക് കൃത്യമായിട്ട് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ള ആ ഒരു ഗാസയുടെ സ്ട്രിപ്പും ബേസിക്കലി പറഞ്ഞ പോലെ റഫ എന്നുള്ള പ്ലേസ് വന്നിരിക്കുന്നതും അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെ ഒരു വാർത്തയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രിലിംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു, ഇസ്രായേലിന്റെ ബോർഡറിംഗ് നേഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേറെ രീതിയിൽ നോക്കുവാണെങ്കിൽ the Rafah, which was recently a place which was recently seen in news, is related to which of the country അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പം UPSCയുടെ പുതിയൊരു ട്രെൻഡ് ഉണ്ടല്ലോ, അതായത് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ പ്ലേസസ് ഇൻ ന്യൂസ്, എന്നിട്ട് ABCD 4 ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ 4 ഇത്തരത്തിൽ സ്ഥലങ്ങൾ തരും. എന്നിട്ട് കറസ്പോണ്ടിങ് ഈ പറഞ്ഞ ഇപ്പുറത്തെ കൺട്രി, ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കൺട്രിയുടെയും കൂടെ പേര് തരും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പുറത്ത് കൺട്രിയുടെയും കൂടെ പേര് തന്നിട്ട് ഏതൊക്കെയാണ് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി ഈ പറഞ്ഞ പോലെ മാച്ച്ഡ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓപ്ഷൻ എ ഈ പറഞ്ഞ പോലെ ഓൺലി 1 പെയർ, ഓപ്ഷൻ ബി 2 പെയർ, അങ്ങനെ
വേണമെങ്കിലും ചോദിക്കാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് വാർത്തയിൽ ഇത്തരത്തിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വേൾഡ് മാപ്പ് നോക്കി അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രിലിംസിന് വളരെയധികം ഗുണകരമായിട്ട് മാറാം. സോ നമുക്ക് ആ ഒരു ഗാസ സ്ട്രിപ്പിന്റെ ഇപ്പം നമ്മൾ തൊട്ടുമുമ്പ് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചില്ല, അതിന്റെ ഒരു എൻലാർജർ പിക്ചറാണ്. ഗാസ സ്ട്രിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗാസ സ്ട്രിപ്പിൽ ഇവിടെ കണ്ടോ റാഫ എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റാഫ ബോർഡർ ക്രോസിംഗ് ഇവിടെയുണ്ട്. അപ്പോൾ റാഫ എന്ന് പറയുന്നത് ഗാസ സ്ട്രിപ്പിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ നിന്നാണ് ഈജിപ്റ്റുമായിട്ട് കറക്റ്റ്ലി ബോർഡർ ഷെയർ ചെയ്യുന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് വേണേൽ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിൽ റാഫ ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് ഈ പറഞ്ഞ പോലെ മെഡിറ്ററേനിയൻ സീ ചോദിച്ചേക്കാം. പക്ഷേ മെഡിറ്ററേനിയൻ സീയുമായിട്ട് ഡയറക്ട്ലി ഇവയ്ക്ക് ഈ പറഞ്ഞ പോലെ വരുന്നില്ല. പക്ഷേ ഒരു ക്ലോസ് കോൺടാക്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മെഡിറ്ററേനിയൻ സീ ആയിട്ട് ക്ലോസ് കോൺടാക്ട് റാഫയ്ക്ക് ഉണ്ട് എന്നുള്ള പോയിന്റും മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഈ റാഫ എന്നുള്ള പ്രദേശത്തിന്റെ പ്രത്യേകത ഈ ബോർഡർ ക്രോസിംഗ് ആണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ ഏറ്റവും അടുത്തല്ലെങ്കിൽ പോലും എന്തായാലും ക്ലോസ് ആയിട്ട് ഇവിടെ ഒരു സമുദ്ര അതിർത്തിയും കൂടി ഉണ്ട്, ഒരു ബോർഡറും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റുകൾ കൃത്യമായിട്ട് നടത്താനായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് റാഫ പ്രദേശം. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന പോയിന്റ് ഇവിടെയുണ്ട്. റാഫ സിറ്റിയുടെ ലൊക്കേഷനും കണക്ടിവിറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലൊക്കേഷൻ സദേൺ റിച്ചസ് ഓഫ് ദ ഗാസ സ്ട്രിപ്പ് നമ്മൾ ഒട്ടും പറഞ്ഞുള്ളൂ. ബോർഡർ ഷെയർസ് ബോർഡർ വിത്ത് ഈജിപ്റ്റ് ആണ്. ഇമ്പോർട്ടൻസ് എന്താ ചോദിച്ചാൽ ക്രൂഷ്യൽ പോയിന്റ് ഓഫ് കണക്ഷൻ ആണ്. ആ ഒരു പാസേജ്, ആ ഒരു ബോർഡർ ക്രോസിംഗിന്റെ ക്രൂഷ്യൽ പോയിന്റ് ആണ് റാഫ എന്ന് പറയുന്ന സ്ഥലം. ദെൻ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ റാഫ ബോർഡർ ക്രോസിംഗ് ഫെസിലിറ്റേറ്റ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ. ആ ഒരു സഹായങ്ങളൊക്കെ തന്നെ ആ മേഖലയിലേക്ക് വരുന്ന റാഫ പ്രദേശത്തിലൂടെയാണ്. പ്രോക്സിമിറ്റി ടു ഈജിപ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആക്സസ് ടു മെഡിറ്ററേനിയൻ സീയും ഒരു പോസിബിലിറ്റി ആണ്. കാരണം ഇവൻ ഡയറക്റ്റ് ഇല്ലെങ്കിൽ പോലും ഇതിന്റെ ക്ലോസ് കോൺടാക്റ്റിൽ കിടക്കുന്നതാണ് മെഡിറ്ററേനിയൻ സീ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. സോ രണ്ടാമത്തെ നമ്മൾ കേരള പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. വെസ്റ്റ് നൈൽ ഫീവറുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡിസീസ് അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3-ക്കകത്താണ് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് വാർത്ത ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. കേരള ഗവൺമെന്റ് ഇഷ്യൂഡ് ആൻ അലർട്ട് ഇൻ ദ സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് വെസ്റ്റ് നൈൽ ഫീവർ, എ മൊസ്കിറ്റോ ബോൺ വൈറൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കണം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഡിസീസുകൾ നമുക്ക് ഒരുപാട് വാർത്തയിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഡിസീസിനെ പറ്റി കേൾക്കുമ്പോഴേക്കും ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ടത് ആരാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ അസുഖം ഡിസീസ് ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഹു ഇസ് ട്രാൻസ്മിറ്റിംഗ് ഇറ്റ്, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ഇനി പറഞ്ഞ പോലെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ, വൈറൽ ഓർ ബാക്ടീരിയൽ, ആ പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇതിന്റെ സിംറ്റംസ്, ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നോക്കണം. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇത് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആണോ, ഹ്യൂമൻസിലേക്ക് ഈ അസുഖം പടരുന്നതാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ടു ആനിമൽ ട്രാൻസ്മിഷൻ പോസിബിൾ ആണോ, അതെയോ ആനിമൽ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ, ഇതിനകത്ത് ഏതാണ് ട്രാൻസ്മിഷൻ പോസിബിൾ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഏതൊരു ഡിസീസ്, ഇപ്പം നമ്മൾ കോവിഡിന്റെ ഒക്കെ ആണെങ്കിലും വാക്സിൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഡിസീസ് ആണെങ്കിൽ പൊതുവിൽ വാക്സിൻസ് അവൈലബിൾ ആകാം, എന്നാൽ ചിലതിന് വാക്സിൻസ് അവൈലബിൾ ഇല്ലാത്തവയുണ്ട്. സോ അത്തരത്തിൽ വാക്സിൻസിന്റെ അവൈലബിലിറ്റിയും കൃത്യമായിട്ട് നമ്മൾ നോക്കണം. ഇത്രയും കാര്യങ്ങൾ ഏകദേശം പഠിച്ച് വേണം നമ്മളൊരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ നമ്മൾ ഈ വെസ്റ്റ് നൈൽ ഫീവറിനെയും ഈ രീതി തന്നെയായിരിക്കും പഠിക്കുന്നത്. കാരണം ഇതിപ്പോൾ അലർട്ട് വരാൻ കാരണം കോഴിക്കോട് മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ഈ പറഞ്ഞ പോലെ ഒരാൾ ഈ പറഞ്ഞ പോലെ മരണം അടഞ്ഞിട്ടുണ്ട്, 1 ഡെത്ത്. പിന്നെ 8 കേസസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മലപ്പുറം തൃശ്ശൂരൊക്കെ ആയിട്ട് 8 കേസസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഇതിനകത്ത് എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനുള്ള വെസ്റ്റ് നൈൽ വൈറസ് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നോക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. അതൊരു വൈറൽ ഇൻഫെക്ഷൻ എന്നുള്ള കാര്യം ഓർക്കുക. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറൽ ഇൻഫെക്ഷൻ ആണ് ബേസിക്കലി വെസ്റ്റ് നൈൽ വൈറസ്. ആൻഡ് ഇറ്റ്സ് എ മെമ്പർ ഓഫ് ഫ്ലാവി വൈറസ് ജനസ് ആൻഡ് ബിലോങ്സ് ടു ദ ജാപ്പനീസ് എൻസെഫാലിറ്റിസ് ആന്റിജനിക് കോംപ്ലക്സ് ഓഫ് ദ ഫാമിലി ഫ്ലാവിവിരിഡേ. ഓക്കെ, ഇത് ഫ്ലാവി വൈറസ് ജനസ് ഫാമിലിയിൽപ്പെട്ട ഒരു ഡിസീസ് ആണ് വെസ്റ്റ് നൈൽ വൈറസ്. വൈറൽ ഇൻഫെക്ഷൻ എന്നുള്ള ഒരു ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്, മോസ്കിറ്റോ ബോൺ ആയിട്ടുള്ള ഡിസീസ് എന്നുള്ള കാര്യം ഓർക്കാം. മോസ്റ്റ്ലി ഈ വെസ്റ്റ് നൈൽ വൈറസ് എവിടെയാണ് കാണപ്പെടുന്നത്, ആഫ്രിക്കൻ നേഷൻസിൽ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റ് ഏഷ്യ, ഈ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ വെസ്റ്റ് നൈൽ വൈറസിനെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഇതിന്റെ ട്രാൻസ്മിഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ക്യൂലെക്സ് സ്പീഷീസ് ഓഫ് മോസ്കിറ്റോസ് ആണ് ഇവ കൂടുതലായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിൻസിപ്പൽ വെക്ടേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആയിട്ട് അറിയപ്പെടുന്ന ക്യൂലെക്സ് സ്പീഷീസ് ഓഫ് മോസ്കിറ്റോസ് ആണ്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ് ബിറ്റ്വീൻ ആൻഡ് എമംഗ്, അതായത് ഈ ഇത്തരത്തിൽ ഇൻഫെക്റ്റഡ് ആകുന്ന മോസ്കിറ്റോസിനിടയിൽ ഇത് പകരുകയും അത് പിന്നീട് ഈ പറഞ്ഞ ഈ മോസ്കിറ്റോസ് ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആനിമൽസിനെ ബൈറ്റ് ചെയ്യുമ്പോൾ അവയിലേക്ക് ഇത് ട്രാൻസ്മിറ്റഡ് ആകുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഇൻക്ലൂഡിംഗ് ബേർഡ്സിലേക്കൊക്കെ തന്നെയാണല്ലോ ഇത് ട്രാൻസ്മിറ്റഡ് ആകാൻ പോസിബിലിറ്റീസ് ഉണ്ട്. എന്നിട്ട് ഇത് വേറൊരു രീതിയിൽ ഇപ്പം ആനിമൽസിൽ നിന്ന് ഇങ്ങോട്ട് ഹ്യൂമൻസിലേക്കും ട്രാൻസ്മിറ്റഡ് ആകാം. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഏത് രീതിയിലാണ് ഇവിടെ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും ചൈൽഡിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പോഷർ ടു ദ വൈറസ് ഇൻ ലാബോറട്ടറീസ്, ലാബിലൊക്കെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻസിൽ ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻസിലേക്ക് ഇത് പകരാനായിട്ട് സാധ്യതയുണ്ട്.
എന്നാൽ ഇറ്റ് ഈസ് നോൺ ടു സ്പ്രെഡ് ബൈ കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ഹ്യൂമൻസ് ഓർ ആനിമൽസ്. അതായത് ഈ പറഞ്ഞ പോലെ മനുഷ്യരിലേക്ക് നമ്മൾ ട്രാൻസ്മിഷൻ പോസിബിൾ ആണെന്ന് പറയും. മനുഷ്യരിൽ നിന്നും ആനിമൽസിലേക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ്മിഷൻ പോസിബിൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. പക്ഷേ ആ ട്രാൻസ്മിഷൻ ഏത് കേസിൽ മാത്രമാണ്? ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും ചൈൽഡിലേക്ക്, അതേപോലെ ഈ പറഞ്ഞ പോലെ ലാബുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അല്ലാണ്ട് നമ്മൾ ക്ലോസ് കോൺടാക്റ്റിൽ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ പടരുന്ന ഒരു അസുഖമായിട്ട് നിലവിൽ ഈ വെസ്റ്റ് നൈൽ വൈറസിനെ സ്ഥിരീകരിച്ചിട്ടില്ല. സോ അതൊന്ന് പോയിന്റ് ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് നോൺ ടു സ്പ്രെഡ് ബൈ കോൺടാക്ട്. കോൺടാക്റ്റിൽ ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് വിത്ത് ഇൻഫെക്റ്റഡ് ഹ്യൂമൻസ് ഓർ ആനിമൽസ്. ഇൻഫെക്റ്റഡ് ആനിമൽസുമായിട്ട് ക്ലോസ് കോൺടാക്റ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ഹ്യൂമൻസുമായിട്ട് നമ്മൾ ക്ലോസ് കോൺടാക്റ്റിൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം പടരണം നിർബന്ധമില്ല. ഇതെങ്ങനെയൊക്കെയാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കേസുകളിലൂടെയാണ്, ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് സ്പ്രെഡ് ആകുന്നത്. ആൻഡ് ടു ഡേറ്റ് നോ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഓഫ് വെസ്റ്റ് നൈൽ വൈറസ് ത്രൂ കാഷ്വൽ കോൺടാക്ട് ഹാസ് ബീൻ ഡോക്യുമെന്റഡ്. ഇതുവരെ ഈ പറഞ്ഞ പോലെ കാഷ്വൽ കോൺടാക്റ്റിലൂടെ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഓഫ് വെസ്റ്റ് നൈൽ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന, ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഓഫ് വെസ്റ്റ് നൈൽ വൈറസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറയാം. അങ്ങനെ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ള കേസുകളൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആ ഒരു രീതിയിലൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. ഇതിന് എന്തൊക്കെയാണ് നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്? സോ ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. ദാറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ പ്രൊട്ടക്ടിങ് വൺസെൽഫ് ഫ്രം മോസ്കിറ്റോ ബൈറ്റ്സിൽ നിന്നും ഈ പറഞ്ഞ പോലെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയറിംഗ് ക്ലോത്തിങ് ദാറ്റ് ആക്ട്സ് എസ് എ ബാരിയർ ടു എക്സ്പോഷർ ഓഫ് ബൈറ്റ്സ്. അതായത് നമ്മൾ മോസ്കിറ്റോ ബൈറ്റ്സ് കിട്ടാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പൊതുവിൽ ഇതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ വെയറിംഗ് ക്ലോത്ത്സ് ദാറ്റ് ആക്ട് ആസ് ബാരിയർ ടു എക്സ്പോഷർ ബൈറ്റ്സ്, റെഡ്യൂസിംഗ് ബ്രീഡിംഗ് സൈറ്റ്സ്, അതായത് കൊതുകുകൾ ഈ പറഞ്ഞ ബ്രീഡിംഗ് സൈറ്റുകൾ നശിപ്പിക്കുക, ദെൻ കവറിംഗ് വാട്ടർ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഈ പറഞ്ഞ പോലെ എലിമിനേറ്റിംഗ് പുഡിൽസ്, ഡ്രെയിനേജ് ഓഫ് പ്ലേസസ് വെയർ വാട്ടർ അക്യുമുലേറ്റ്സ്, എലിമിനേറ്റിംഗ് അൺയൂസബിൾ കണ്ടെയ്നേഴ്സ് വെയർ വാട്ടർ പൂൾസ്, ആൻഡ് കൺട്രോളിംഗ് ഗാർബേജ് ഇൻ യാർഡ്സ് ആൻഡ് ഗാർബേജ്. നമ്മൾ നോർമലി കോമൺ ആയിട്ട് ഈ പറഞ്ഞ പോലെ കൊതുക് നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ്. കാരണം ഈ ഒരു അസുഖം പ്രൈമർലി ഈ പറഞ്ഞ പോലെ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന മൊസ്കിറ്റോസ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ആൻഡ് ഇൻഹെറിറ്റൻസ് ടാക്സ് വിൽ ഹെൽപ്പ് റെഡ്യൂസ് ഇൻഇക്വാളിറ്റി എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സജസ്റ്റീവ് മെഷറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇത്ര നാളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു വെൽത്തിന്റെയും ഒക്കെ തന്നെ ഇൻഇക്വാളിറ്റീസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ. ആ ഒരു ഇൻഇക്വാളിറ്റി കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഇവിടെ ഈടാക്കുക എന്ന് പറയുവാണെങ്കിൽ. അപ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം, ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിലവിൽ ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല. ആ പോയിന്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിന് ചോദ്യമായിട്ടൊക്കെ വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ടാക്സ് നടപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെൽത്തിന്റെ ഇൻഇക്വാളിറ്റി നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ അതിസമ്പന്നരായ വ്യക്തികൾ, അവരിൽ നിന്നും ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് നമുക്ക് സ്വത്തുകൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതിനെയാണ്, അതിനെ ടാക്സ് ചെയ്യുമ്പോഴാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ തലമുറ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആക്ച്വലി ഇത്തരത്തിൽ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന വെൽത്ത് ആ ഒരു ജനറേഷൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആ ഒരു ജനറേഷൻ അവർ വർക്ക് ചെയ്ത് നേടിയെടുത്തതല്ല, സിംപ്ലി അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്ന അവരുടെ മുൻ തലമുറക്കാർ നല്ല രീതിയിൽ ഈ പറഞ്ഞ അധ്വാനിച്ചതിന്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയ സ്വത്തുക്കൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് നേടിയെടുക്കാത്ത ഒരു സമ്പാദ്യമായതുകൊണ്ട് തന്നെ ഇതിനെ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നാട്ടിൽ ഇക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ പറഞ്ഞത്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പ്രോപ്പർട്ടി ഓഫ് ദ എലൈറ്റ് ബീങ് bequeath to dissidents implies that the dissidents do not work to acquire it. അവരത് വർക്ക് ചെയ്തിട്ടല്ല അത് നേടുന്നത്. There is no economic reason for it to be a freebie for them. അതൊരു ഫ്രീബി ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ വേണമെങ്കിൽ ടാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കണം, ഇന്ത്യയിൽ നിലവിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ്? ഇറ്റ്സ് എ ടാക്സ് പെയ്ഡ് ഫോർ ഇൻഹെറിറ്റിംഗ് എ പ്രോപ്പർട്ടി ഓർ അസെറ്റ് ഫ്രം എ ഡിസീസ്ഡ് പേഴ്സൺ ആൻഡ് ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഇൻഹെറിറ്റൻസ് റിസീവ്ഡ് ബൈ ദ ബെനിഫിഷ്യറി ആൻഡ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ബെനിഫിഷ്യറി. ഇന്ത്യയിൽ ഇത് ടാക്സ് ചെയ്യപ്പെട്ടിട്ടില്ല, എന്നാൽ ചില സംസ്ഥാനങ്ങളിലുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അവിടങ്ങളിലൊക്കെ തന്നെ ചെയ്യുന്ന കാര്യം, ഈ ടാക്സ് എങ്ങനെയാണ് ലെവി ചെയ്യുന്നത്, ആ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന സ്വത്തിന്റെ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ടാക്സ് പോകുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി, ഓരോ രാജ്യങ്ങൾ അനുസരിച്ച് ഈ ടാക്സ് ആസ് ഫാർ ആസ് ഹയസ്റ്റ് 55% വരെ ചില രാജ്യങ്ങളിൽ ഈടാക്കാറുണ്ട്. ആൻഡ് എ പേഴ്സൺ ക്യാൻ റിസീവ് ഇൻഹെറിറ്റൻസ് എയ്തർ അണ്ടർ എ വിൽ ഓർ അണ്ടർ ദ പേഴ്സണൽ ലോ ഓഫ് ഡിസീസ്. ഓക്കെ, ഇൻ ഇന്ത്യ ദ കൺസെപ്റ്റ് ഓഫ് ലെവിങ് ടാക്സ് ഓൺ ഇൻഹെറിറ്റൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ് നൗ എന്നുള്ളൊരു പോയിന്റ് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി യൂറോപ്യൻ കൺട്രീസിലാണ്. യൂറോപ്യൻ
അമേരിക്കൻ ആൻഡ് ഈവൻ ആഫ്രിക്കൻ നേഷൻസിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇപ്പോൾ നിലവിൽ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. യൂറോപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ആയ ഫ്രാൻസിലൊക്കെ 60% 60% ഉണ്ട് ഇൻഹെറിറ്റൻസ് ടാക്സ്. ഇപ്പം നമ്മൾ 100 രൂപ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുൻ തലമുറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 100 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 60 രൂപ സർക്കാരിലേക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ദെൻ ജർമ്മനിയിൽ 50%, UK 40%, സ്പെയിനിൽ 33%, ഹംഗറിയിൽ 18% ഉണ്ട്. മറ്റീ പറഞ്ഞ പോലെ ജപ്പാനിലൊക്കെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് കൊറിയ 50%, ജപ്പാൻ 55%, ഇക്വഡോർ 30%, തായ്വാൻ 20%, ഇതെല്ലാം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ഇന്ത്യയിലെ നിലവിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല. അത് നടപ്പാക്കുവാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വെൽത്തിന്റെ ബേസിലുള്ള, എസ്പെഷ്യലി നോക്കണം, വെൽത്തിന്റെ ബേസിലുള്ള ഇൻഇക്വാളിറ്റി ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ തന്നെയാണ്. ഹൗ ഇസ് ദ UK ഡിപ്പോർട്ടിംഗ് മൈഗ്രൻസ് ടു റവാണ്ട എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു പോളിസി ഇപ്പം ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് അല്ല വന്നിരിക്കുന്നത്, UK ഒരു പോളിസിയാണ്. അതായത് നമ്മൾ UK ഈ പറഞ്ഞ പോലെ ഒരുപാടധികം ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ അവിടെ പ്രശ്നങ്ങളുണ്ട്. അസൈലം സീക്കേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ റവാണ്ടയിലേക്ക്, ഒരു തേർഡ് കൺട്രി, മീൻസ് ഈ വന്ന ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരായിരിക്കും. ഒരു റവാണ്ടയിൽ നിന്ന് വന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. മേ ബി ഒരു ബി അല്ലെങ്കിൽ സി, ഒരു വേറൊരു രാജ്യത്തു നിന്നും UK വന്ന ആൾക്കാരാണ്. അവരെ ഈ പറഞ്ഞ പോലെ UK നിർത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവരെ വേറൊരു സേഫ് ലൊക്കേഷനായ തേർഡ് കൺട്രിയിൽ, അതായത് റവാണ്ടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ UK ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി 2022 UK ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് ആ ടൈമിൽ ഇങ്ങനൊരു നിയമം വന്ന സമയത്ത് UK ഈ പറഞ്ഞ പോലെ കോടതി ഈ പറഞ്ഞ പോലെ അത് ബാൻ ചെയ്യുകയാണ് ചെയ്തത്, നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു നിയമം നള്ളിഫൈ ചെയ്തു. പിന്നീട് ആ നിയമത്തിനകത്തെ പോരായ്മകൾ അവർ മനസ്സിലാക്കി, പാർലമെന്റ് മനസ്സിലാക്കി, വീണ്ടും അതിനെ പാസ്സാക്കി ഇപ്പോൾ വന്നിരിക്കുകയാണ്. സോ അതാണ് ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്നത്. ഹൗ ഇസ് UK ഡിപ്പോർട്ടിംഗ് മൈഗ്രൻസ് ടു റവാണ്ട എന്ന പേരിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കണം ഒന്ന് രണ്ട് കാര്യമുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്, വാർത്തയായിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടത്, നമുക്ക് ഇത്തരത്തിൽ കാണുമ്പോഴേക്കും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ 3 വാക്കുകൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അസൈലം സീക്കർ, റെഫ്യൂജി, ഇല്ലീഗൽ മൈഗ്രന്റ്. ഇതിനകത്ത് തന്നെ ഇന്നത്തെ ഈ വാർത്തയിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന വാക്ക് അസൈലം സീക്കർ എന്നുള്ള വാക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ 3 വാക്കുകൾ ഒന്ന് തന്നെയാണോ, അതേപോലെ ഏത് സാഹചര്യത്തിലാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ അതിനകത്ത് ആദ്യം തന്നെ റെഫ്യൂജി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ്. റെഫ്യൂജി എന്നുള്ള കൺസെപ്റ്റ്, സോ 1951 റെഫ്യൂജി കൺവെൻഷനാണ് ഇതിനൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. Defines a refugee as someone who has been forced to flee their country because of the well-founded fear of persecution based on race, religion, nationality, political opinion or membership in a particular social group. അതായത് തങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ആ വ്യക്തികളുടെ മുകളിൽ റേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലീജിയൻ, നാഷണാലിറ്റി, ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ മുകളിൽ, അല്ലെങ്കിൽ അവർക്ക് അവിടെ സമാധാനപരമായിട്ട് താമസിക്കാൻ കഴിയുന്നില്ല, ജീവിക്കാൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പേടികൊണ്ട് ഓടി രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പലായനം ചെയ്യുന്ന വ്യക്തികളെയാണ് 1951 റെഫ്യൂജി കൺവെൻഷൻ പ്രകാരം ആരായിട്ട് വിളിക്കുന്നത്, റെഫ്യൂജി എന്നുള്ള പേരിലേക്ക് വിളിക്കപ്പെടുന്നത്. എന്നാൽ അസൈലം സീക്കർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ എന്തോ കാരണത്താൽ ഈ പറഞ്ഞ പോലെ അവിടുന്ന് രക്ഷപ്പെട്ട് ഈ പറഞ്ഞ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ചെല്ലുക എന്ന് വിചാരിക്കാം. ആ ചെന്ന് കഴിഞ്ഞിട്ട് ആളെ റെഫ്യൂജി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പരിഗണിച്ചിട്ടില്ല. ആ പരിഗണിക്കുന്നതിന് മുമ്പുള്ള പേരാണ് അസൈലം സീക്കർ. സോ അസൈലം സീക്കറിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ആ നേഷനിൽ വന്ന രാജ്യത്ത് നിന്നും ഈ പറഞ്ഞ പോലെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം രക്ഷപ്പെട്ടാണ്, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ അസൈലം സീക്കറിനെ എന്തായിട്ട് വിശേഷിപ്പിക്കപ്പെടും, റെഫ്യൂജി ആയിട്ട് വിശേഷിപ്പിക്കപ്പെടും. അതേ സാഹചര്യത്തിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല, ഒരു ഈ പറഞ്ഞ പോലെ കാരണവും ഇല്ലാണ്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇൻവാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയാണ് ആരായിട്ട് വിശേഷിപ്പിക്കുന്നത്, ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അസൈലം സീക്കറിനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് ക്ലെയിം ഫോർ റെഫ്യൂജി സ്റ്റാറ്റസ് ഹാസ് നോട്ട് യെറ്റ് ബീൻ ഡിസൈഡഡ്. അവരുടെ റെഫ്യൂജി സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അസൈലം സീക്കർ ആരായിട്ട് മാറും, റെഫ്യൂജി ആയിട്ട് മാറും. എന്നാൽ യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ലീഗൽ ടേം ഒന്നും ഇല്ലാണ്ട്, ഇല്ലീഗൽ മൈഗ്രന്റ് ഒരിടത്തും ഒരു ഒഫീഷ്യൽ ലീഗൽ ടേം ഇല്ല. പക്ഷേ ജനറൽ നമ്മൾ ഇവരെ വിശേഷിപ്പിക്കുന്നത് ഹു ഇസ് പ്രസന്റ് ഇൻ എ കൺട്രി വിത്തൗട്ട് ഓതറൈസേഷൻ, ഒരു രാജ്യത്ത് അനുവാദം ഇല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തങ്ങുന്ന, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഇത്തരത്തിൽ അനുവാദം ഒന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ തങ്ങുന്ന ഒരു വ്യക്തികളെ ആരായിട്ട് വിളിക്കാം, ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കാര്യം ഓർക്കുക. ദിസ് കുഡ് ഇൻക്ലൂഡ് സമ്മൺ ഹു എന്റർഡ് ദ കൺട്രി വിത്തൗട്ട് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓർ സമ്മൺ ഹു വാസ് ഓവർസ്റ്റേഡ് ഓവർ വിസ. അതായത് ഒരു വിസ കിട്ടി ആളെ, ഇപ്പം ഇന്ത്യയിലേക്കാണെങ്കിൽ ഒരു UK വന്നു വിചാരിച്ചു, വിസയോടുകൂടി ആയിരിക്കും ആൾ ഇവിടെ വരുന്നത്. ആൾക്ക് ചിലപ്പോൾ സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്ന ദിവസം 180 ദിവസമാണ്. 180 ദിവസത്തിന് മുകളിൽ നിൽക്കണമെങ്കിൽ വിസ പുതുക്കിയ ആൾക്ക് നിൽക്കണം. ഈ 180 ദിവസം കഴിഞ്ഞിട്ടും അയാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണ്, വിസ പുതുക്കിയിട്ടും ഇല്ലെങ്കിൽ ആൾ ഏത് കാറ്റഗറിയിലേക്ക് വന്ന് വിടും, ഈ ഇല്ലീഗൽ മൈഗ്രന്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വന്ന് വീഴും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു കൺവെൻഷൻ 1951 റെഫ്യൂജി കൺവെൻഷൻ ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോയിന്റും കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ദെൻ അടുത്ത് നമുക്ക് ആ ഒരു മാപ്പും കൂടെ അറിഞ്ഞിരിക്കണം. റവാണ്ട ഇപ്പോൾ വാർത്തയിലുള്ളത് കാരണം നമ്മളിപ്പോൾ ഇസ്രായേലിനെ പഠിച്ച പോലെ തന്നെ റവാണ്ടയുടെയും ബോർഡറിംഗ് നേഷൻസ് പഠിച്ചിരിക്കണം. ഉഗാണ്ട, ടാൻസാനിയ, ദെൻ ബെറുഡി ആൻഡ് ഈ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അപ്പം 4 രാജ്യങ്ങളാണ് റവാണ്ടയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്.
ബുറുണ്ടി, ദെൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട ആൻഡ് ടാൻസാനിയ. ഈ 4 രാജ്യങ്ങളുടെ പേരും കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. ഓക്കെ, ദെൻ നമ്മുടെ MCQ ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിന്ന് പഠിച്ച ഈ പറഞ്ഞ പോലെ ഒരു വെസ്റ്റ് നൈൽ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു വെസ്റ്റ് നൈൽ വൈറസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ ഏഡീസ് സ്പീഷീസ് ഓഫ് മോസ്കിറ്റോ ആക്ട് ആസ് ദ പ്രിൻസിപ്പൽ വെക്ടേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഡിസീസ് ഇസ് അസിംറ്റോമാറ്റിക് ഇൻ 80% ഓഫ് ദ ഇൻഫെക്റ്റഡ് പീപ്പിൾ. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ A ഓപ്ഷൻ ചൂസ് ചെയ്യാം, രണ്ടാമത്തെ മാത്രമാണ് ശരിയെങ്കിൽ B ഓപ്ഷൻ, 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ C ഓപ്ഷനും, 2 സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് D ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ DNA ചർച്ച ചെയ്ത് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്